ചെയ്തവരെ കണ്ടെത്താനും ആവുന്നില്ല. അതേസമയം മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വേട്ടയാടൽ അനുഭവിക്കുക എന്നുള്ളത്. ഞാൻ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. ആരെയും വേട്ടയാടുവാൻ ഇടയാകാൻ പാടില്ല. അതേസമയം ആ തെറ്റുകാരെ നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഇപ്പോഴും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള കാലതാമസവും വരുത്താൻ പാടില്ല. സർക്കാരിന്റെ കയ്യിൽ 4.5 വർഷക്കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി, ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പോൾ സ്വീകരിക്കുമായിരുന്നു. സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒരു സിനിമ കോൺക്ലേവ് നടത്തും. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവാണ് നടത്തുന്നത്. ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഢിയാകുന്നത്? 15 പേരുടെ പവർ മാഫിയയാണ് എന്നുള്ളതാണ്. ഈ 15 പേരുടെ പവർ മാഫിയയിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ചോദിക്കുന്നത്.